രാവിലെ തന്നെ ഒരുങ്ങി നല്ല മലയാളി മങ്കിയായിട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ പാലുകാച്ചൽ കൂടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ഗ്യാങ് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കേട്ടോ ഫ്രണ്ട് പോലും വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ദിവസം 2 ഫംഗ്ഷനായിട്ട് നടത്താനാണ് തീരുമാനിച്ചത്. അതിനുള്ള കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹിന്ദു ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷനും ആ ഒരു രീതിയിലാട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും അടുത്ത കുറച്ച് റിലേറ്റീവ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒഫീഷ്യൽ ഫംഗ്ഷൻ പിന്നീടത്തേക്ക് മാറ്റിയാട്ടോ ചെയ്തത്. ആദ്യം തന്നെ അച്ഛൻ വന്നു, പ്രാർത്ഥിച്ചു, രൂപമൊക്കെ വെഞ്ചരിച്ചു, വീടൊക്കെ വെഞ്ചരിച്ചതിന് ശേഷമാണ് കതക് തുറന്ന് ബൈബിളുമായിട്ട് വീടിനുള്ളിൽ കയറിയത്. പിന്നീടായിരുന്നു മുഹൂർത്തവും സമയമൊക്കെ നോക്കി പൂജാകാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വീട് തുറന്ന് കയറിയത്. സമയം ഉണ്ടായിരുന്നു, കാരണം രണ്ടും 2 ടൈമിലായതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമും ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ മാറി ചേച്ചി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂജാകാര്യങ്ങളും അങ്ങനെയുള്ള മുഹൂർത്തമൊക്കെ നോക്കിയിട്ടായിരുന്നു വിളക്ക് വെച്ചിട്ട് ചേച്ചി അകത്ത് കയറിയത്. അങ്ങനെ നല്ല ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ നല്ല പാലുകാച്ചലും നല്ല ഭംഗിയായിട്ട് നടന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒന്നിനും വലിയ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. പിന്നെ ഫുഡ് സദ്യ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്നാലും നല്ല അടിപൊളി നോൺ വെജ് ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്തായാലും വയറ് നിറച്ച് കഴിച്ചു, കാരണം രാവിലെ ഒന്നും ഒരു വക കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് തന്നെ ഫംഗ്ഷൻ കഴിഞ്ഞു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.